ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നേരത്തെ നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു മനോഭാവം എന്തായിരുന്നു, കറൻ്റ്ലി എങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പാസ്റ്റിലാണെന്നുണ്ടെങ്കിലും പ്രസൻറ്റിലാണെന്നുണ്ടെങ്കിലും അവർ ഒരേ തരത്തിലാണോ നിങ്ങളെ കാണുന്നത്, എന്തെങ്കിലും മാറ്റങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഒരു ഗൈഡൻസായി എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നേരത്തെ ഈ ഒരു വ്യക്തിക്ക് എന്തായിരുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. Knight of Cups, Justice, Lovers energy, Three of Cups, the Star, Two of Cups, Eight of Pentacles, Eight of Wands, Five Swords, Ace of Swords, and Ace of Cups. അപ്പോൾ നേരത്തെ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ, നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എത്ര ബ്രൈറ്റ് ആയിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എത്ര ഡീപ്പ് ഫീലിങ്സ് ആയിരുന്നു ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉണ്ടായിട്ടുള്ളതെന്ന്. മേ ബി ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇനിഷ്യേറ്റീവ് എടുത്തത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ല. നമ്മളുടെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, ഇപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് മുതൽ നമ്മളിവിടെ നോക്കുന്ന ഓരോ എനർജീസ്, ജസ്റ്റിസ്, ലവേഴ്സ്, സ്റ്റാർ, ടു ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു തരത്തിലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, സത്യം പറഞ്ഞ് ഈ ഒരു പേഴ്സൺ ഒരു ഫാൻറ്റസി വേൾഡിലായതുപോലെ ആയിരിക്കും അവർക്ക് തോന്നുന്നത്. അതായത് അത്രയേറെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളൊക്കെ കൊടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല, നിങ്ങളെ സ്വന്തമാക്കുക എന്ന് ഈ ഒരു വ്യക്തി വിചാരിക്കുന്ന, അല്ലെങ്കിൽ അത് അവരുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവാം. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കാം ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവുന്നത്. അപ്പം അത്രയേറെ ഒരു ഡീപ്പ് ഇമോഷൻസ് ആൻഡ് അറ്റാച്ച്മെൻ്റ് ഒക്കെ നിങ്ങളോട് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഏത് ഘട്ടത്തിലാണ് ഈ ഒരു പേഴ്സൺ വന്നതെങ്കിലും വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്, വെറുതെ ഒരു തമാശയ്ക്കോ ഒരു ടൈം പാസിനോ എന്നുള്ള രീതിയിലല്ല, അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് നമുക്ക് കാണാം. യൂഷ്വലി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഒരു എൻ്റെ എല്ലാം എല്ലാമാണെന്നൊക്കെ കരുതുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ, അത് സംതിങ് വേറൊരു എക്സ്ട്രീം ലെവലാണ്. നോർമലി ഉള്ളതിനേക്കാളും ഉപരിയായിട്ട് മറ്റൊരു തലത്തിൽ കാണുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത, അവിടെ വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷനോ എക്സ് ഓർ വൈയോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറകെ ഇനിയിപ്പോൾ ഒരുപാട് വ്യക്തികൾ നടക്കുന്നുണ്ടെങ്കിലോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലോ അതൊന്നും അവരെ ബോധറിയിക്കില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ മനസ്സിനകത്ത് ദി ഫസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി തരുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ അതിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ അതിനെ ഇടങ്കോലിടാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അവർക്കത് മൈൻഡ് ചെയ്യാൻ പോലും തോന്നിക്കാണില്ല. അപ്പോൾ അത്രയും ആ ഒരു പ്രയോറിറ്റി തന്ന് മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഈ ഒരു വ്യക്തി നന്നായിട്ട് ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനകത്തൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ അവർ ആലോചിച്ചെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരുപാട് പ്രതീക്ഷയോടുകൂടി, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി കൊണ്ടുപോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലവേഴ്സ് എനർജി ആയിക്കോട്ടെ, ടു ഓഫ് കപ്സ് എനർജി, ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അൺകണ്ടീഷണൽ ലവ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെയുള്ള ഒരു കാർഡ്സ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ, വളരെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടാവുന്നതിൻ്റെ അത്രയും മഹാഭാഗ്യം അനുഭവിച്ചിട്ടുണ്ട്
കറൻലിയുള്ള കാര്യം നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ പാസ്റ്റിൽ നമുക്ക് അങ്ങനെ കാണാം. ഒരുപാട് സ്നേഹം മറ്റാരിൽ നിന്നും കിട്ടാത്ത പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പാർട്ട്ണറോട് അത്രയധികം ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവണം നിങ്ങൾ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അവരായിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് കൂടുതൽ നിങ്ങളെ കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ചത്. നിങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വട്ടപൂജ്യമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം. നമ്മളൊരു വേർഡുണ്ട്, കോസ്മിക് റൊമാൻറ്റിക് ലവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജീസാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അതായത് ഇന്നർ ആൻഡ് ഔട്ടർ രണ്ട് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ഹാർമണി ഉണ്ടാവുക. മാത്രമല്ല രണ്ട് പേർക്കും അതിലൂടെ ഒരു പേഴ്സണൽ ഗ്രോത്ത്, ഒരു റിലേഷൻഷിപ്പിലൂടെ അവർക്ക് അവരവരുടേതായിട്ടുള്ളൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നൊരവസ്ഥ. അത് ചിലപ്പോൾ മറ്റൊരു വ്യക്തി ഒരുപാട് നാളുകളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നൊരു കാര്യം ഈ ഒരു പേഴ്സൻ്റെ എൻട്രിയോട് കൂടി നമ്മുടെ ലൈഫിൽ സാധിക്കുന്നൊരവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ അവർ വന്നതോടുകൂടി നമ്മുടെ ലൈഫിൽ ഒരുപാട് ഭാഗ്യം വരുന്നതായിരിക്കാം. നേരെ തിരിച്ചും. ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു ബ്യൂട്ടിഫുൾ ഒരു എനർജി, അല്ലെങ്കിൽ ഇത് എനിക്ക് വെറുതെ വന്നതല്ല, ഇതെൻ്റെ ഡെസ്റ്റിനിയിലുള്ളതാണ് എന്ന് നമ്മളെക്കൊണ്ട് പോലും സ്വയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇവിടെ നമുക്ക് കാണാം. 8 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് വാണ്ട്സ് എനർജി. നിങ്ങളെപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങളെ ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ആയിരിക്കണം ഈ ഒരു പേഴ്സൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ചിലരോട് കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് എൻജോയ്മെൻറ്റ് കിട്ടുള്ളൂ. അത് നിങ്ങളാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റാർ ആയിട്ടാണ് കണ്ടിരുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പബ്ലിക് ഫിഗർ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പലർക്കും നിങ്ങളോടൊരു താല്പര്യം തോന്നിയിട്ടുണ്ടാവാം. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. സൊസൈറ്റിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു പ്രൗഡ് മൊമെൻറ്റ് എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. അതുപോലെയുള്ള ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റു പല വ്യക്തികൾക്കും താല്പര്യമുള്ള ഒരു പേഴ്സൺ. അപ്പോൾ ആ ഒരു വ്യക്തി എൻ്റേതായി തീരുക. അല്ലാന്നുണ്ടെങ്കിൽ അവരാരും തിരഞ്ഞെടുത്തില്ല, എന്നെയാണോ ചൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവരതിന് ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ടാവും ആ ഒരു വ്യക്തി പറയുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷസ് അല്ലെങ്കിൽ ചെറിയ ഫൈറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ മുൻകൈ എടുക്കുന്നത്. അത് എത്രയും വേഗം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒട്ടും പിരിഞ്ഞിരിക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരു എനർജിയാണ് നമുക്ക് പാസ്റ്റിൽ നോക്കുമ്പോൾ കാണുന്നത്. ഇവിടുത്തെ എല്ലാ കാർഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ വൈബെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ആ ഒരു ലവേഴ്സ് ആൻഡ് 2 ഓഫ് കപ്സ് എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ മറ്റാരുമില്ല, അല്ലെങ്കിൽ അത്രയും പ്രതീക്ഷയോട് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിൽ അവർക്ക് അത്രയും ഹോപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ നിങ്ങളെ കഴിഞ്ഞ് മറ്റാർക്കും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ സ്ഥാനം ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്ലേസ്, ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടായിരുന്നു. ഒരു അൺകണ്ടീഷൻ ലവ് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പാസ്റ്റ് എനർജിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അധികം പേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഇതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. റിലേഷൻഷിപ്പിൽ എപ്പോഴും കോൺഫ്ലിക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്റ്റേബിളായിട്ട് അങ്ങനെ തന്നെ പോവില്ല. തീർച്ചയായിട്ടും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവാം. ചിലർക്ക് അതിൻ്റെ ഒരു ആയുർദൈർഘ്യം കൂടിയും കുറഞ്ഞും ഇരിക്കാം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ കിട്ടുന്നത് ഒരു കുറച്ച് സമയമാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മാക്സിമം സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടൊക്കെ അനുഭവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്നേക്കുമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും കൂടിയാണ്. അപ്പോൾ പാസ്റ്റ് എനർജി നമുക്ക് ഈ ഒരു തരത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ വ്യക്തി ഇത്തരത്തിലായിരുന്നു. ഇത്രയും ഒരു സ്നേഹം അവരിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇനി നമുക്ക് ഇപ്പോഴുള്ള ഒരു കാഴ്ചപ്പാട് നോക്കാം. മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, സ്റ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അവശേഷിക്കുന്നുണ്ടോ, എന്താണ് എന്നുള്ളത്. ഓക്കെ, വീൽ എനർജി ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. 7 ഓഫ് സോഡ്സ്, 6 ഓഫ് സോഡ്സ്, 5 ഓഫ് wands, 5 of pentacles, king of pentacles, 3 of wands, 4 of swords,
Two of Cups, Six of Cups, Empress, Five of Swords, and Six of Pentacles. ഇപ്പോൾ നമ്മൾ കറൻലി ഉള്ള ഈ ഒരു പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ആവാം. പക്ഷേ കൂടുതൽ വ്യക്തികൾക്കും നോ കോണ്ടാക്റ്റ് ആയിട്ട് പോകുന്നൊരവസ്ഥയായിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കണേ, നേരത്തെ പാസ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് എത്രത്തോളം നിങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഇതെന്ന് പറഞ്ഞാൽ മരിക്കുന്നു, അങ്ങനെ ഉള്ള ഒരു എനർജിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്. കാര്യം എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം, എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ പതനം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ്, മറ്റേതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അത്രയും ഈ ഒരു പേഴ്സൺ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിലൊരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൗഡ് മൊമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്രയും സന്തോഷകരമായിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതുപോലെ അകന്നിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരിക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിഷമകരമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ടുപേരും അത്രയും സ്നേഹത്തോടെ പോരുന്നൊരു സംഗതി, അപ്പോൾ അതിനകത്ത് ഒരു സെപ്പറേഷൻ വരിക എന്ന് പറയുമ്പോഴത്തേക്കും, അതും പ്രത്യേകിച്ച് നമ്മൾ കണ്ട പോലെയുള്ള ഒരു പാസ്റ്റ് എനർജിയും കൂടി ആകുമ്പോഴത്തേക്കും അത്രത്തോളം ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവാം. നമ്മൾ നേരത്തെ അതിനകത്ത് ഈ ഒരു പേഴ്സൺ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെസ്റ്റിംഗ് എനർജിയൊക്കെ കയറി വന്നിട്ടുണ്ട്. സൈലൻസ്, മിണ്ടാതിരിക്കുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ. മാത്രമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർ ചിലപ്പോൾ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നൊരു സമയമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതായത് ഈ ഒരു പേഴ്സൻ്റെ മറ്റൊരു മുഖം ആണോ നിങ്ങൾ കാണുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടായേക്കാം. പാസ്റ്റിൽ അത്രയും സ്നേഹം തന്ന, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഏറ്റവും ഒരു ആകാശക്കോട്ടയുടെ മുകളിൽ കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് പോലെ വെച്ചിരുന്നൊരു പേഴ്സണാണ്. ഇപ്പോൾ ഇവർക്ക് കുറച്ചൊരു കടുംപിടുത്തം, അല്ലെങ്കിൽ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട്, പഴയതുപോലെ ഫ്ലെക്സിബിൾ അല്ല, അല്ലെങ്കിൽ പഴയ അത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രസ്റ്റ് ഇഷ്യൂസ് നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ ഇതെൻ്റെ ആ ഒരു പഴയ വ്യക്തി തന്നെ ആയിരുന്നോ, ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായിട്ട് മറ്റാരെങ്കിലും ഒക്കെ നിന്നിട്ടുണ്ടാവും. ആ ഒരു ഫൈറ്റിംഗ് എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് മുന്നോട്ട് പോകാൻ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. നമ്മൾ പറഞ്ഞ പോലെ ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നടന്നു എന്നുള്ളൊരു വിശ്വാസം ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും, നിങ്ങളുടെ പേഴ്സണും ഉണ്ടാവും. രണ്ടുപേർക്കും ചിലപ്പോൾ പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെ വലിയൊരു ഒളിയും മറയൊന്നും ഇല്ലാതെ എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് സുതാര്യമായിട്ട് പോയിരുന്ന ആ ഒരു എനർജിയിൽ നിന്ന് ഇപ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവാം. ഈ പറഞ്ഞതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ്, എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല എന്നുള്ളൊരു എനർജി കയറി വന്നിട്ടുണ്ട്. ആ ഒരു സത്യസന്ധത, അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തിൽ നിന്ന് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിഴലുകൾ ഇതിനകത്ത് കയറി പറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകടമായിട്ട് ഈ ഒരു പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ അവർ മറ്റൊരു കാര്യത്തിലേക്കാണ് ചിലപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലാതിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളായിട്ട് അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഭാവിയിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് വരാൻ സാധ്യതയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഓവർകം ചെയ്യും, അതൊന്നും നിസ്സാരമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കാലക്രമേണ കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ കയറി വരുമ്പോൾ പലരും അത് വലിയൊരു സംഭവമാക്കി പെരുപ്പിച്ച് കാണിക്കാറുണ്ട്. അന്നൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ സംഭവങ്ങൾ പിന്നീട് വലിയൊരു പോയിൻ്റായിട്ട് എടുത്ത് മുന്നിലേക്ക് ഇടുന്നൊരവസ്ഥ. അത് ലൈഫിൽ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ നേരത്തെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റി വന്നൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ അന്നേരം ഒരു വലിയൊരു കാര്യത്തിലൊന്നും കരിയറിനേക്കാളൊക്കെ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ നേരത്തെ പാസ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഹൈ പൊസിഷനിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അങ്ങനെ നിന്നൊരു വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സമയം തരാത്ത പോലെ, പ്രയോറിറ്റി തരാത്ത പോലെ, ഒരു ക്വാളിറ്റി ടൈം തരാത്ത പോലെയൊക്കെ ഫീൽ ചെയ്ത് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ കരിയറാണ് വലുത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ ഇതിനേക്കാളും പ്രധാനം എനിക്കിതാണ് എന്നുള്ള രീതിയിൽ, അതായത് ആ ഒരു പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുന്ന പോലെയുള്ളൊരവസ്ഥ. അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. നമുക്ക് ഭയങ്കര പ്രയോറിറ്റി തന്നിട്ട് പെട്ടെന്ന് ആ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് നമ്മൾ പുറകിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഹാർട്ട് ഫീലിങ്സ് ഉണ്ടാക്കും.
അപ്പോൾ എന്ന് പറയുന്ന പോലെയുള്ള സംഗതികൾ ഇതിനകത്ത് നടന്നിട്ടുണ്ടാവാം. അതായത് അവർ കൂടുതലും അവരുടെ ഒരു കാര്യത്തിന് ഫോക്കസ് കൊടുത്ത് കുറച്ചും കൂടി ഒരു സെൽഫിഷ് ആയോ? പണ്ട് എനിക്ക് വേണ്ടി എല്ലാത്തിനും സമയമുണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഇന്ന് സ്വന്തം കാര്യം നോക്കി അവരുടെ ഒരു സേഫ് മോഡിലേക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് കയറി വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതിന് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളായിട്ട് പറയുമ്പോൾ പല ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒളിയും മറയും വന്നു അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അതിനൊരു നെഗറ്റീവ് മാർക്ക് വീഴുകയാണ്. അതായത് നമ്മളുടെ ആ ഒരു വിശ്വാസത്തിനൊരു കളങ്കം തട്ടുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് പിന്നെ പല പ്രശ്നങ്ങളുടെയും തുടക്കം ഉണ്ടാവുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ദുഃഖവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവരും അനുഭവിച്ചിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം ഈ ഒരു പേഴ്സണും അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എനർജി, ഒരു വിഷമവും സങ്കടവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി നമ്മളിങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഒരു ബ്രൈറ്റ് ഫേസ് ആണ് കണ്ടിരുന്നതെങ്കിൽ അത് കുറച്ചും കൂടി ഒരു റിയാലിറ്റിയിലേക്ക് വന്നപ്പോഴുള്ള വ്യത്യാസങ്ങളും കൂടി ആയിരിക്കാം ചിലപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിട്ടുണ്ടാവണമെന്നില്ല, കമ്മിറ്റ്മെൻറ്റ് തന്ന് പിന്നെ ആയിരിക്കും നിങ്ങളുടെ ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ പിന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ കയറി വരുന്ന അവസ്ഥ, ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുക, വേറെ പല കാര്യങ്ങളും ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കയറി വരിക. അപ്പം നമുക്ക് ആ ഒരു പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ലെവലിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കാതെ വരാറുണ്ട്. ചിലരെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ല, അല്ലെങ്കിൽ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പ്രകടമായിട്ട് ചിലപ്പോൾ അവരത് കാണിക്കുന്നുണ്ടാവില്ല. ഇവിടെ നമുക്ക് ആ ഒരു 2 ഓഫ് കപ്സ് എനർജി കാണാം. എംപ്രസ് എനർജി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്തൊക്കെ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, ഇതിനകത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാനായിട്ട് ആ വ്യക്തിക്ക് ഇപ്പോഴും കഴിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് അത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോഴും സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുണ്ട്. സെപ്പറേഷനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ചിലപ്പോൾ നല്ല രീതിയിൽ വഴക്കുണ്ടായിട്ട് മാറിയിരിക്കുന്ന അവസ്ഥയായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അവരുടെ ചിന്തകളിൽ നിങ്ങളാണുള്ളത്. അല്ലെങ്കിൽ ആ ഒരു നമുക്കൊരു വ്യക്തിയായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്ന ഒരു സംഗതി അത് അവർക്ക് മുറിച്ച് മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഒന്നും മിണ്ടാതെ നോ കോൺടാക്റ്റ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അവർ മനസ്സിനകത്ത് നിങ്ങളോട് ആ ഒരു താല്പര്യം ഇല്ലാതെ കണക്ഷൻ കട്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു എനർജി അല്ല. മനസ്സിനകത്ത് ഇപ്പോഴും അവർക്ക് നല്ല സ്നേഹവും താല്പര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ്, നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യങ്ങൾ, നമ്മൾക്ക് ഉണ്ടാവുന്ന സമയമാറ്റങ്ങൾ, ഇതെല്ലാം നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ കുറച്ച് നേരം ക്യാമറ ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഇനി പറഞ്ഞത് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവറോളായിട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേണ്ടാന്ന് വെച്ച് മാറ്റി നിർത്താൻ ആ ഒരു വ്യക്തി ഫിസിക്കലി ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും മാനസികമായിട്ട് അവർക്കതിന് കഴിയില്ല എന്നുള്ളതാണ്. ആ ഒരു ആത്മബന്ധം അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിൽക്കുന്നുണ്ട്. അവർക്കങ്ങനെ ഈസി ആയിട്ട് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുന്ന ഒന്നല്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മേ ബി പറഞ്ഞ പോലെ പല കാര്യങ്ങളും കയറി ഇടയിൽ കയറി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി കുളവാക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മെമ്മറീസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും നല്ല രീതിയിലിരുന്നാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സ്നേഹം ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടാവും. അവർ മാത്രമല്ലല്ലോ നിങ്ങളും അങ്ങോട്ട് കൊടുക്കുമ്പോഴേ അത് നല്ല രീതിയിൽ പോവുള്ളൂ. അപ്പോൾ അതെല്ലാം അവരുടെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് മുന്നിലേക്ക് പോകണം, ആ ഒരു ഡെവലപ്മെൻറ്റ് വേണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ ഒരു എനർജിയാണ് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. നിങ്ങൾക്കിപ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാൻ പറ്റാത്തതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെങ്കിൽ അങ്ങനെ തന്നെ തന്നത് മുന്നോട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഡെസ്റ്റിനിയുടെ ഒരു പ്ലേ ഉണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തിയും തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോഴുള്ള അവസ്ഥയ്ക്കൊരു ചേഞ്ച് വരുന്നതായിട്ട് തന്നെ ഈ ഒരു പേഴ്സണും കരുതുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനകത്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു മനസ്സിനകത്തുള്ള ഒരു ബോണ്ടിങ് അതിനകത്തൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കറൻറ്റ്ലി നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പാസ്റ്റിലുണ്ടായിരുന്ന ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കിയത്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ എനർജി ആണോ പേഴ്സൻ്റെ എനർജി ആണോ ഇതെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പുറമെ ഈ ഒരു വ്യക്തി വളരെ ജാഡായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഇതും നല്ലൊരു ഭാവി ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്.
നമ്മൾ ആ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെസ്റ്റിനിയുടെ ഒരു പ്ലേ ഇതിനകത്ത് വരും എന്നുള്ളൊരു പ്രതീക്ഷ മാനസികമായിട്ട് ഈ ഒരു വ്യക്തിക്കുണ്ട്. മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു പോസ് അവർ ചിലപ്പോൾ എടുത്തിരിക്കുന്നത് മറ്റുള്ള സിറ്റുവേഷൻസും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 95% ആൾക്കാർക്കും പാസ്റ്റിൽ അങ്ങനെ ഒരു എനർജി ആയിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്ന് ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവുക. മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും പറ്റുന്നില്ല. പിന്നെയും ഒരു മനസ്സുകൊണ്ടുള്ള ഒരു ടൈപ്പ് അവിടെ ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും പഴയ പോലെ അത്രയും സ്നേഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.